വിജയോത്സവം നമ്മളിന്ന് 29-ാം ദിവസമാണ്. ഇന്ന് ഈ LSS പരിശീലനത്തിന് നമ്മളോടൊപ്പം ചേരുന്നത് കോഴിക്കോട് പേരാമ്പ്ര എരവട്ടൂർ AM-LP സ്കൂൾ അധ്യാപകനായിട്ടുള്ള അരുൺ മാഷാണ്. അരുൺ മാഷിനെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. നിങ്ങൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വിക്ടേഴ്സിൽ ഓൺലൈൻ ക്ലാസ് എടുത്തിരുന്ന അധ്യാപകനാണ് അരുൺ മാഷ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാഷിനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഇത്തവണത്തെ പരിശീലനത്തിൽ ആദ്യത്തെ ക്ലാസ്സാണ് അരുൺ മാഷിൻ്റെത്. വളരെ സ്നേഹപൂർവ്വം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മെന്റേഴ്സ് കെയറോടൊപ്പമുള്ള അരുൺ മാഷിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ട്രെയിനർമാരായി പ്രവർത്തിച്ച അധ്യാപക സുഹൃത്തുക്കള്, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഗംഭീര വിജയത്തിന് ഇന്ന് വരെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞുമക്കള്, രക്ഷിതാക്കള് ഏവരെയും ഈ ഇന്നത്തെ ക്ലാസ്സിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അരുൺ മാഷിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം കൂടി, ഈ കുട്ടികള് നമ്മള് ക്യാമറ ഓൺ ആക്കണ്ട, കാരണം ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ക്യാമറ ഓഫ് ചെയ്ത് വെക്കുക. മൈക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ, ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം ഓണാക്കിയാൽ മതി, അല്ലാതെ ആരും മൈക്ക് ഓണാക്കണ്ട. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കാവോ? എല്ലാവർക്കും കേൾക്കാം സർ. ഓക്കെ താങ്ക് യു. എന്താ വെച്ചാൽ ഇവിടെ ഒരു പ്രതികൂല കാലാവസ്ഥയിലാണുള്ളത്. 2-3 ദിവസമായിട്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ്, ഇപ്പോൾ തകർത്ത മഴയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ ഒന്നുമില്ലാതെ വരാതെ നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ ഓഡിയോ ആയിട്ട് തന്നെ ഇടപെടും. അപ്പോൾ ഈ മെന്റേഴ്സ് കേരളയുടെ ഈ വിജയോത്സവം പരിപാടിയിലേക്ക് എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ എല്ലാവരോടും ഞാൻ ആദ്യം എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ മെന്റേഴ്സ് കേരള അഡ്മിൻ ശ്രീ ജതീഷ് തോന്നക്കൽ സാറ്, അതേപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റർ തസ്നീം ടീച്ചർ, അതേപോലെ എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു ഹായ് പറഞ്ഞിട്ടൊന്ന് മ്യൂട്ടാക്കിയേ. ഹായ് സർ. ഓക്കെ. അപ്പോ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു പരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മള് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇന്ററാക്ഷനിലുള്ള ഒരു പ്രയാസമുണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്. അപ്പോ നിങ്ങളൊക്കെ തന്നെ മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ LSS എക്സാമിന്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും തന്നെ ഇപ്പം പഠിപ്പിക്കാനില്ല. പഠിച്ച കാര്യങ്ങൾ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ്. ഭാവിയിൽ ഇതൊരു LSS പിന്നെ 7-ാം ക്ലാസ്സിന് USS എക്സാം വരുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ പടിപടിയായിട്ട് ഉയരാൻ, നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് ജീവിത വിജയം നേടാൻ എല്ലാവർക്കും ഉള്ള എല്ലാവിധ ആശംസകളും ഞാൻ തുടക്കത്തിലെ നേരെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ട് അല്ലേ. അപ്പോ നമുക്ക് ഒരു ചെറിയൊരു പാട്ടോട് കൂടി അങ്ങ് ആരംഭിച്ചാൽ. ഒന്നും കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ട് സർ. ഓക്കെ താങ്ക് യു. അപ്പോ നമുക്കൊരു ഒരു 4 വരി പാട്ടോട് കൂടി തന്നെ നമുക്കങ്ങ് ആരംഭിക്കാം അല്ലെ? റെഡി അല്ലേ എല്ലാരും? റെഡി? ഓക്കെ. കാശിക്കു പോയൊരു പൂശാരി രാമനെ കാശിയിലെങ്ങും കണ്ടില്ല, പോയ വഴിയിലും കണ്ടില്ല, ഞങ്ങൾ പോണ വഴിയിലും കണ്ടില്ല. കാശിക്കല്ലവൻ പോയതെന്നുണ്ടോ, കാശിയിൽ നിന്നും
പോയിന്നുണ്ടോ, കാശിക്ക് പോയിട്ടില്ലെന്നുണ്ടോ, കാശിതൻ ബന്ധുവീടാണെന്നുണ്ടോ. നമ്മുടെ പൂശാരി രാമൻ വളരെയധികം യാത്രയിൽ ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോ നമ്മുടെ പൂശാരി രാമൻ എവിടെ എത്തിയെന്ന് പാട്ടിൽ കേട്ടല്ലോ എല്ലാരും? കാശിയിലാണല്ലേ? ആ, കാശിയിലാണ്. അപ്പോ ഉത്തർപ്രദേശിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കാശി അല്ലെ? നിങ്ങൾ എല്ലാവരും കേൾക്കാറുണ്ടാവും അല്ലെ? കാശിക്ക് പോവാന്നല്ലേ പ്രായമുള്ള ആളുകളൊക്കെ പറയും അല്ലെ? കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ കാശിക്ക് പോകണമെന്ന്. അപ്പോ ഉത്തർപ്രദേശിലെ കാശിയില് നമ്മുടെ പൂശാരി രാമൻ എത്തി. അപ്പൊ പൂശാരി രാമൻ നമ്മുടെ കരമാർഗാണ് എവിടെ എത്തിയത്? കാശിയിൽ എത്തിയത്, ഉത്തർപ്രദേശിൽ. അപ്പോ നമ്മുടെ പൂശാരി രാമൻ അല്ലേ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ നമ്മുടെ ഈ കാശിയിൽ, ഈ ഉത്തർപ്രദേശ് സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടാവും ഇല്ലേ? നമുക്കൊന്ന് നോക്കാം അല്ലേ? അത് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഭൂപട പഠനമൊക്കെ നടത്തിയേ പറ്റൂ അല്ലേ? നമുക്ക് ഭൂപടത്തെ പറ്റി വ്യക്തമായ ധാരണ വേണം. അപ്പോ ഞാനൊന്ന് ഭൂപടം ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോ നമ്മുടെ പൂശാരി രാമൻ ഇതാ കണ്ടെല്ലാരും, ഇതാ ഉത്തർപ്രദേശില് ആണ് എത്തിയത് അല്ലേ? അപ്പൊ പൂശാരി രാമൻ ഉത്തർപ്രദേശിൽ എത്തിയപ്പോ കരമാർഗാണ് പൂശാരി രാമൻ പോയത്. അപ്പൊ ഈ ഭൂപട പഠനം നമ്മൾ നടത്തുമ്പോ അല്ലേ നമുക്ക് റൂട്ട് അറിയാൻ തന്നെ ഭൂപട പഠനമൊക്കെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോ ഭൂപടം നോക്കുമ്പോ നമ്മള് ഈ ഭൂപടത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? ഒരു നീല നിറത്തില് ചുറ്റുപാടും കണ്ടില്ലേ? ആ നീല നിറമൊക്കെ കാണുന്നത് കടലാണ് കേട്ടോ. മക്കൾക്കൊക്കെ അറിയാം, എന്നാലും മാഷ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഉത്തർപ്രദേശിലാണ് എത്തിയത്. അപ്പൊ നമ്മള് ഭൂപട പഠനം നടത്തുമ്പോ അല്ലേ നമ്മളൊരു ഭൂപടം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേഗം തന്നെ മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മുടെ അല്ലേ തലയുടെ ഭാഗം എന്താണ്? വടക്ക് ഭാഗമാണ് വരിക. നമ്മളിപ്പോ നേരെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ തല മുകളിലല്ലേ അല്ലേ? അപ്പൊ ഭൂപടം നമ്മൾ നേരെ തലയ്ക്ക് നേരെ വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോ ഭൂപടം നോക്കുമ്പോ മുകളിലുള്ള ഭാഗം എന്തായിരിക്കും? വടക്ക് ഭാഗമായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കാൽഭാഗം ഇല്ലേ അത് എന്തായിരിക്കും? ഇതാ അപ്പൊ നമ്മളെ തലഭാഗത്തിന് നേരെയാണ് ഇത്. ഇതാ കണ്ടോ? കണ്ടില്ലേ? അപ്പോ വടക്ക് ഭാഗം. നമ്മുടെ തലഭാഗത്തിന് നേരെയാണ് എന്താണ്? വടക്ക് ഭാഗവും കാൽഭാഗത്തിന് നേരെ തെക്ക് ഭാഗമാണ് കേട്ടോ. തെക്ക് ഭാഗം. അപ്പൊ നമ്മൾ നേരെ നിൽക്കുമ്പോ വലത് കൈ എപ്പോഴും അങ്ങോട്ട് കിഴക്ക് ഭാഗത്തായിരിക്കും. വലത് കൈന്റെ ഭാഗം കിഴക്കായിട്ടാണ് വരിക. ഓക്കെ, ഇതാ കിഴക്ക് ഭാഗം. അതേപോലെ തന്നെ ഇടത് കൈയുടെ ഭാഗം പടിഞ്ഞാറ് വശമായിരിക്കും കേട്ടോ. നമ്മൾ നേരെ നിൽക്കുമ്പോ അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ഒരു മനസ്സിലാക്കാനുള്ള ഒരു ടിപ്പ് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ വടക്ക് ഭാഗത്ത് അല്ലെ നമ്മുടെ വടക്ക് ഭാഗത്ത് ഇതാ കണ്ടില്ലേ എല്ലാ കൂട്ടുകാരും? നമ്മുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഇപ്പോഴ് അല്ലെ ഹിമാചൽ പ്രദേശാണ്. വടക്ക് ഭാഗത്തുള്ള സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശ് തന്നെ എഴുതണം അല്ലെ? അതേസമയത്ത് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തുള്ള പ്രദേശം എന്ന് മക്കളോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതിയാൽ മതി? ലഡാക്ക് അല്ലെ? ലഡാക്കിലെ അപ്പോ അടുത്താണ് അല്ലെ? വളരെ കുറഞ്ഞ കാലമായിട്ടേ ഉള്ളൂ കേന്ദ്രഭരണ പ്രദേശമായിട്ട് നമ്മളെ ലഡാക്കിലെയും അല്ലെ ജമ്മു കാശ്മീരൊക്കെ മാറിയിട്ട്. മക്കൾക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ പ്രദേശം ചോദിച്ചാല് മക്കൾ എന്ത് ചെയ്യണം? ലഡാക്ക് എന്നാണ് എഴുതേണ്ടത്, വടക്കേ അറ്റത്തുള്ള. അതേസമയം സംസ്ഥാനം ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ് എന്ന് തന്നെ എഴുതണം. അത് മാറിപ്പോകാൻ സാധ്യതയുടെ മുമ്പ് നമ്മൾ പഠിച്ചു വെച്ച പ്രകാരം അതിനാണ് ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. അതേപോലെ തന്നെ ഇതാ ഈ തെക്ക് ഭാഗം തമിഴ്നാടാണ്. തെക്ക് ഭാഗം കണ്ടില്ലേ? തെക്കേറ്റം തമിഴ്നാടാണ്, തമിഴ്നാട്. അതേപോലെ തന്നെ കിഴക്ക് ഭാഗം, കിഴക്കേ അറ്റം അല്ലെ? കിഴക്കേ അറ്റം എന്താണ്? അരുണാചൽ പ്രദേശാണ്. നമ്മുടെ പടിഞ്ഞാറേ അറ്റത്താണ് ഗുജറാത്ത് സംസ്ഥാനം ഉള്ളത്. ഓക്കെ, ഗുജറാത്ത് സംസ്ഥാനം പടിഞ്ഞാറേ അറ്റത്താണ് ഉള്ളത്. അപ്പോ നമുക്ക് അല്ലേ വിവിധ സംസ്ഥാനങ്ങളിലൂടെ ഒക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? കടലിന്റെ കാര്യം അല്ലേ? ഈ നീല നിറത്തിൽ കാണുന്ന കടൽ ഭാഗം കണ്ടില്ലായിരുന്നോ? അല്ലേ? കണ്ടല്ലോ.
അപ്പോ ഇവിടെ ഉള്ളത് കിഴക്ക് ഭാഗത്തായിട്ടുള്ളത് ബംഗാൾ ഉൾക്കടലാണ്. അപ്പൊ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെ സംസ്ഥാനങ്ങൾ കണ്ടില്ലേ? ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കണ്ടില്ലേ മക്കള്? അല്ലേ? എന്തൊക്കെയാണ് ഉള്ളത്? ഇതാ പശ്ചിമ ബംഗാള്, അല്ലെ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, അല്ലെ? ഇതൊക്കെ ബംഗാൾ ഉൾക്കടലിനോട് കടൽ തീരത്ത് നിൽക്കുന്ന, കടലിനോട് അടുത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇത്രയും സംസ്ഥാനങ്ങൾ, അല്ലെ? ഏത് കിഴക്ക് ഭാഗത്തായിട്ട് ഉള്ളത്, അല്ലെ? അതേപോലെ തന്നെ നമ്മളെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മളിലെ കടലിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെ സംസ്ഥാനങ്ങള് നിങ്ങൾ കണ്ടല്ലോ, അല്ലേ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, അല്ലേ? ഇതാ കേരളം വരുന്നുണ്ടല്ലോ. അപ്പോ ചിലപ്പം എന്ത് ചെയ്യും, ഇങ്ങനെ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ എത്ര എണ്ണം ചിലപ്പം ചോദിച്ചേക്കാം, അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ്, കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ 9 സംസ്ഥാനങ്ങളുണ്ട്, അല്ലെ? നിങ്ങൾ എണ്ണിയാൽ അറിയാം, അല്ലെ? 9 സംസ്ഥാനങ്ങളുടെ കടൽ തീരം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾ. അതേപോലെ തന്നെ കടൽ തീരമില്ലാത്തത് ബാക്കി, അല്ലെ? 28 സംസ്ഥാനങ്ങളല്ലേ ആകെയുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 28 സംസ്ഥാനങ്ങള് ആണ് നമുക്ക് ആകെയുള്ളത് ഇന്ത്യയിൽ ഇപ്പോ, 28 സംസ്ഥാനങ്ങള്. അതേപോലെ തന്നെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അപ്പോ പിന്നെ കടൽ തീരം ഇതിലുള്ള 9 സംസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ 19 സംസ്ഥാനങ്ങള് കടൽ തീരമില്ലാത്ത സംസ്ഥാനങ്ങളുമാണ്, അല്ലെ? അങ്ങനെ ആകെ 28. അപ്പോ അതിൽ തന്നെ കടൽ തീരം കൂടുതലുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാല് ഗുജറാത്താണ്, അല്ലേ? കേരളത്തിലെ മക്കൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തില് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്? കണ്ണൂർ. മക്കൾ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. എല്ലാവരും ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. മാഷ്ക്ക് ഇഷ്ടം റെസ്പോൺസ് ആണ്, പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെങ്ങനെ ചെയ്യണേ? ഒരു മിടുക്കം പറഞ്ഞിട്ടുണ്ട് കണ്ണൂര്, അല്ലേ? വെരി ഗുഡ്. അപ്പൊ കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഓക്കെ, വെരി ഗുഡ്. അതേപോലെ തന്നെ കടൽ തീരം, അല്ലേ, ഉണ്ടെങ്കിലും ഗോവ കണ്ടില്ലേ, കടൽ തീരം കുറവുള്ള ഒരു സംസ്ഥാനമാണ്, അല്ലേ? ചെറിയ സ്റ്റേറ്റ് അല്ലേ ഗോവ, അല്ലേ? അല്ലേ? നമ്മുടെ ഇന്ത്യയിലേക്ക് ഏറ്റവും അല്ലേ ചെറിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. 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 മക്കളെ ചാറ്റ് ബോക്സിലെ ഗോവ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഗോവയാണ് ചെറിയ സംസ്ഥാനം. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഞാൻ വെച്ചിട്ടുണ്ട്, പോയിന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ രാജസ്ഥാനാണ് ഏറ്റവും വലിയ സംസ്ഥാനം. ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഈ ഗോവയില് എന്താണ്, കടൽ തീരം കുറവുള്ള ഒരു സംസ്ഥാനമാണ് ഗോവ. ചിലപ്പോ അങ്ങനെ ചോദിച്ചേക്കാം. അതേപോലെ തന്നെ ചിലപ്പം ചോദിക്കാൻ ഒരു സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കൂട്ടത്തിൽ പെടാത്തത് എന്ന് വെച്ചിട്ട് ചിലപ്പോൾ എന്ത് ചോദിക്കും, കർണാടക, അതേപോലെ തന്നെ ഗോവ, ഗുജറാത്ത്, ഒഡീഷ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതില് കൂട്ടത്തിൽ പെടാത്തത് ഏതായിരിക്കാം? പല തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ തന്നെ അല്ലെ കടൽ തീരത്തോട് അടുത്തുള്ള സംസ്ഥാനങ്ങളാണ്. അപ്പൊ ഏതായിരിക്കും കൂട്ടത്തിൽ പെടാത്തത്? ഒഡീഷ. വെരി ഗുഡ്. ഇത് എന്തുകൊണ്ടാണ്? ഞാൻ ഇപ്പൊ പറഞ്ഞ മറ്റുള്ള സ്റ്റേറ്റ് ഒക്കെ തന്നെ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഓക്കെ അറബിക്കടലിനോട് ചേർന്നുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളാണ്. അതേ സ്ഥാനത്ത് ഒഡീഷ അല്ലെ കിഴക്ക് ഭാഗത്തുള്ള അല്ലെ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഒരു സംസ്ഥാനമാണ് ഒഡീഷ, അല്ലെ? മുമ്പ് ഒറീസ എന്നായിരുന്നു അല്ലെ പറഞ്ഞിരുന്നത്. ഒഡീഷ എന്നാണ് പറയുന്നത്. അപ്പോ ഈ സംസ്ഥാനം ആണ് കൂട്ടത്തിൽ പെടാത്തത്. അങ്ങനെ തിരിച്ചും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അല്ലെ പിന്നെ കൃത്യമായിട്ട് തന്നെ അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിനോട് കിഴക്ക് ഭാഗം ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനങ്ങളും നിങ്ങൾ
അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ നമ്മുടെ അല്ലേ, നമ്മുടെ പൂശാരി രാമൻ, നമ്മളെ കഥയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കഥ ഇങ്ങനെ ഓർമ്മ കൊടുത്തു ഞാൻ അല്ലേ. പൂശാരി രാമൻ കേരളത്തിൽ നിന്നാണ് കാശിക്ക് പോയത് കേട്ടോ. അപ്പൊ കേരളത്തിൽ നിന്ന് പൂശാരി രാമൻ പോയപ്പോ അല്ലേ നേരെ ഉത്തർപ്രദേശിലേക്കാണ് പോയത്. അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ ആയിട്ട് പോയിട്ടുണ്ടാവും അല്ലേ. ഇതാ കേരളത്തിൽ നിന്ന് ഇതാ മുകളിലേക്കാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, വടക്ക് ഭാഗം നേരത്തെ നമ്മൾ പറഞ്ഞാണ് അല്ലേ, നമ്മുടെ തലയ്ക്ക് നേരെ വരുന്ന ഭാഗം വടക്കാണ് അല്ലേ. അപ്പൊ ആ വടക്ക് ഭാഗം ലക്ഷ്യം വെച്ചിട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പം കേരളത്തിൽ നിന്ന് വടക്ക് ഭാഗത്തേക്കാണ് അല്ലേ പൂശാരി രാമൻ യാത്ര ചെയ്തത്. കർണാടക അല്ലെ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഇത് കൂടെയാണ് ആര് പോയത്, നമ്മുടെ ഉത്തർപ്രദേശിലെത്തിയത്, നമ്മുടെ പൂശാരി രാമൻ പോയത്. ഓക്കെ, അപ്പോ നമ്മുടെ ഇത്തരം ഉള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ നമ്മൾ മുമ്പ് പ്രത്യേകതകളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊന്നും ഞാനിപ്പോ ചോദിക്കുന്നില്ല. എന്താ വെച്ചാൽ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചതാണ്, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ എന്താണ്, അപ്പോ നമ്മുടെ ഈ ഇത്തരം 28 സംസ്ഥാനങ്ങളെ ഓരോ ഭാഗമായിട്ട് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താണ്. വടക്ക് ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനമാണ്, തെക്ക് തമിഴ്നാടാണ് അല്ലെ, കിഴക്ക് അരുണാചൽ പ്രദേശ്, കിഴക്കേയറ്റം, പടിഞ്ഞാറേയറ്റം ഗുജറാത്ത്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള 28 സംസ്ഥാനങ്ങളുടെ കൂടെ തന്നെ ഇപ്പോ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്? 8. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് അല്ലെ. ആ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, വെരി ഗുഡ്, വെരി. ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടേക്ക് മക്കളെ, ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടേക്ക്. ഓക്കെ, അപ്പോ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. അപ്പോ ഒന്ന് ആൻഡമാൻ അല്ലെ, നിക്കോബാർ ഐലൻഡ് അല്ലെ. അപ്പോ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. അറിയാത്തവര് കുറിച്ച് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ യൂട്യൂബിലേക്ക് പിന്നീട് ഗ്രൂപ്പിലേക്ക് ഇടുകയും ചെയ്യും. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. പിന്നെ ഉള്ളത് കേന്ദ്രഭരണ പ്രദേശം രണ്ടാമത് ചാണ്ഡിഗഡ് ആണ്. അപ്പൊ ചാണ്ഡിഗഡിന്റെ തലസ്ഥാനം ചാണ്ഡിഗഡ് തന്നെയാണ്. ദാദ്ര നഗർ ഹവേലി അല്ലെ, ആൻഡ് ദാമൻ ദിയു. അപ്പൊ മുമ്പ് വെവ്വേറെ ആയിരുന്നു മുമ്പ് കാലത്ത്, പിന്നീടാണ് ഒന്നിച്ചായിട്ട് കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറിയത്. അതിന്റെ ദാമനാണ് അതിന്റെ എന്താണ്, ദാമൻ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ തലസ്ഥാനം. ഡൽഹിയുടേത് ഡൽഹിയാണ്. അതേപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെത് കവരത്തിയാണ്. പോണ്ടിച്ചേരിയുടെ പോണ്ടിച്ചേരിയാണ്. ജമ്മു കാശ്മീരിൻ്റെത് ശ്രീനഗറാണ് അല്ലെ, നിങ്ങൾക്കറിയാം ശ്രീനഗറാണ്. ലഡാക്കിന്റെ തലസ്ഥാനം ഏതാണ് എന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടോളി മക്കളെ. ഞാൻ ഓരോരുത്തർ കൂടെ ഇങ്ങനെ ചോദിക്കുന്നത് പ്രയാസം ഉണ്ടാവണ്ട വിചാരിച്ചിട്ടാണേ മറ്റുള്ളവർക്ക്. ഓക്കെ, ലേ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ലഡാക്കിലെ ലേ ആണ് തലസ്ഥാനം അല്ലേ. ഇപ്പൊ കേന്ദ്രഭരണ പ്രദേശമായ അതേപോലെ തന്നെ ശ്രീനഗറിന്റെ ശ്രീനഗറാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ തലസ്ഥാനമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ നിങ്ങള് പിന്നെ കേരളത്തിലെ കേരളത്തിനകത്ത് ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അത് ഏതാണ് കേന്ദ്രഭരണ പ്രദേശം? കേരളത്തിനകത്തുള്ള കേന്ദ്രഭരണ വെരി ഗുഡ്, വെരി ഗുഡ്. മാഹി സാറിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്ക് നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. എവിടത്തേക്ക്? മാഹിയിലേക്ക്. ഞങ്ങൾ അതുവഴിയൊക്കെ കണ്ണൂരൊക്കെ പോകുമ്പോ നന്നായിട്ട് അല്ലെ, ടാക്സ് ഒക്കെ കുറവാണ് അല്ലെ മാഹിയില്, കേന്ദ്രഭരണ പ്രദേശങ്ങളില്. അപ്പോ പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നേരിട്ടാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിയമിക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ ഈ 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ സാർ പറയും. മനസ്സിലായി സർ. ഓക്കെ. അപ്പോ നമ്മുടെ പൂശാരി രാമൻ കേട്ടോ, പൂശാരി രാമൻ ആള് ഒരു കലാപരിപാടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രിയമുള്ള ആളും കൂടിയാണ്.
ഒരു യാത്ര ചെയ്യൽ മാത്രമല്ല, മറ്റുള്ള കലാപരിപാടികളൊക്കെ തന്നെ കാണാനും കേൾക്കാനും ഒക്കെ തന്നെ വളരെ ഇഷ്ടമുള്ള ആളാണ് ആര്? നമ്മുടെ ഈ പൂശാരി രാമൻ. അപ്പോ നമ്മുടെ ഈ പൂശാരി രാമൻ പിന്നെ ഓരോ സ്റ്റേറ്റിൽ കൂടെ പോകുമ്പോൾ അവിടെയുള്ള കലാ സാംസ്കാരിക പരിപാടികളൊക്കെ കണ്ടിട്ടാണ് എവിടത്തേക്ക് എത്തിയതും നമ്മുടെ ഉത്തർപ്രദേശിലേക്ക് എത്തിയതും. ഓക്കെ, അപ്പോ പിന്നെ പൂശാരി രാമല്ലേ പിന്നെ പലതരത്തിലുള്ള കലാരൂപങ്ങൾ അല്ലേ നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ പൂശാരി രാമനും പലതരത്തിലുള്ള കലാരൂപങ്ങളൊക്കെ തന്നെ കാണാൻ ഇടയായിട്ടുണ്ട് അല്ലേ. അതേ പിന്നെ നമ്മുടെ പിന്നെ കഥക് നൃത്തവും അതേപോലെ തന്നെ പിന്നെ യക്ഷഗാനവും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ മോഹിനിയാട്ടവും കഥകളിയും അങ്ങനെയുള്ള എല്ലാ കലാരൂപങ്ങളും എന്താണ് നമ്മുടെ പൂശാരി രാമൻ കണ്ടിട്ടാണ് യാത്ര തുടർന്നത്. അപ്പൊ എന്താണ്, അപ്പൊ ഓരോ സ്റ്റേറ്റിനും അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള കലാരൂപങ്ങൾ ഉണ്ട്. അപ്പോ എല്ലാം നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്തരം കലാരൂപങ്ങൾ അല്ലെ നമ്മുടെ ഭാരതത്തിലെ വിവിധങ്ങളായ ജനവിഭാഗം പാർക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ എന്ന അല്ലെ മഹാരാജ്യം. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ രാജ്യത്ത് പലതരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ ഉണ്ട്, പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനായിട്ടുള്ള കലാരൂപങ്ങളുണ്ട്. അപ്പോൾ ആ കലാരൂപങ്ങളൊക്കെ തന്നെ കണ്ടിട്ടാണ് നമ്മുടെ പൂശാരി രാമൻ യാത്ര തുടർന്നത്. കേട്ടിക്കോ? അപ്പം അതേപോലെ തന്നെ പൂശാരി രാമൻ ഈ യാത്രയിൽ താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ പല സ്റ്റേറ്റിന്റെയും ഉള്ള ഭാഷകളും ഇദ്ദേഹം പെട്ടെന്ന് സ്വായത്തമാക്കിയിരുന്നു അല്ലെ. എവിടെയെങ്കിലും പോയാലൊക്കെ ഭക്ഷണം കഴിക്കാനും മറ്റുള്ളതൊക്കെ തന്നെ ഇങ്ങനെ യാത്രയ്ക്കൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെ അല്ലെ, വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ യാത്രയൊക്കെ ചെയ്യാനും പുറത്തു പോകാനൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഭാഷകളും സ്വായത്തമാക്കും. എന്ന് വെച്ചാൽ അവരൊരു താല്പര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളായിരുന്നു നമ്മുടെ ഈ പൂശാരി രാമൻ. അങ്ങനെ പൂശാരി രാമൻ നിരവധി ഭാഷകൾ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റിലും എല്ലാ വർഷവും ഓരോ സീസണിലും പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളാണ് നമ്മുടെ പൂശാരി രാമൻ. അപ്പോൾ പലതരം ഭാഷകളും സ്വായത്തമാക്കിയ ആളായിരുന്നു ആര്? നമ്മുടെ പൂശാരി രാമൻ. അപ്പോൾ അദ്ദേഹം ഓരോ സ്ഥലത്തെത്തിയപ്പോഴും എന്താണ് അവിടുത്തെ ഭാഷ സ്വായത്തമാക്കാൻ എന്താണ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ മഹാരാഷ്ട്രയിലെ അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ മഹാരാഷ്ട്രയിൽ ഏത് ഭാഷയായിരിക്കും അയാള് സംസാരിച്ചിട്ടുണ്ടാവുക, പഠിച്ചിട്ടുണ്ടാവുക? യെസ്, മറാഠിയും കൂടാതെ ഹിന്ദി അല്ലേ, ഹിന്ദി ഭാഷയും അല്ലേ അവിടെ ഉണ്ട് മഹാരാഷ്ട്രയില് അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ അല്ലേ മധ്യപ്രദേശിലെ ഹിന്ദി. ഓക്കെ, മധ്യപ്രദേശിലെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹിന്ദി മധ്യപ്രദേശിന്റെ ഭാഷയാണ് ഹിന്ദി. മഹാരാഷ്ട്രയിലെ അല്ലെ ഭാഷയാണ് മറാത്തി. അതേപോലെ തന്നെ ഹിന്ദി അല്ലേ. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ കർണാടകയിലാണെങ്കിലോ കന്നഡ അല്ലെ. ഓക്കെ, കന്നഡ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നോ ഏത് ഭാഷയാണ്? കേരളക്കാരനാണ് പൂശാരി രാമൻ. അപ്പോ മാതൃഭാഷ നേരത്തെ തന്നെ വശത്താക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലെ. മറ്റുള്ള ഭാഷകളൊക്കെ തന്നെ എങ്ങനെ പഠിച്ചെടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതലായിട്ട് അല്ലെ ഏത് ഭാഷയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഇന്ത്യയില്? വെരി ഗുഡ്. ഹിന്ദി അല്ലെ. ഹിന്ദി ആണ് കൂടുതലായിട്ടും ഭാഷകള് സംസാരിക്കുന്നത് ഇന്ത്യയിലുള്ള. അപ്പൊ ഓരോ സ്റ്റേറ്റിനും അല്ലെ ഓരോരോ പ്രത്യേകതകളുണ്ട്. അപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതലും അല്ലെ ഹിന്ദി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോ നമ്മുടെ ഓരോ സ്റ്റേറ്റിലും ഉള്ള അല്ലെ തലസ്ഥാനവും ഭാഷകളും ഒക്കെ തന്നെ നിങ്ങൾ പഠിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ അല്ലേ ഏറ്റവും വലുത് അല്ലേ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളില് ഏറ്റവും വലുത് ഏതാണ് ഇപ്പോ? ലഡാക്ക്. വെരി ഗുഡ്.
ലഡാക്ക്, ലഡാക്ക്. വെരി ഗുഡ്. അപ്പൊ ചെറുത് ഏതാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ? ലക്ഷദ്വീപ്. ലക്ഷദ്വീപ്. അതെ ലക്ഷദ്വീപ്. അതെ അതെ, ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ലക്ഷദ്വീപ്, ലക്ഷദ്വീപ്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ കാലാപാനി സിനിമയൊക്കെ ഒരു വർഷം ചോദിച്ചിരുന്നു. കാലാപാനി സിനിമയൊക്കെ എടുത്തത് ഒരു ഐലൻഡിൽ നിന്നായിരുന്നു, ഒരു ദ്വീപിൽ നിന്നായിരുന്നു കാലാപാനി സിനിമ ഷൂട്ട് ചെയ്തത്. യെസ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് അല്ലെ, ദ്വീപിൽ നിന്നായിരുന്നു അല്ലെ കാലാപാനി സിനിമയൊക്കെ തന്നെ ഷൂട്ട് ചെയ്ത്. ആ പടം കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ അതില് അല്ലെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള അല്ലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ പോണ്ടിച്ചേരി അല്ലെ, അതേപോലെ തന്നെ ദാമൻ, മറ്റുള്ള പിന്നെ എല്ലാ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അല്ലെ നല്ല രീതിയിലുള്ള അല്ലെ പിന്നെ ഭരണം കാണുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരാണ് നേരിട്ട് അത് ഭരണം നടത്തുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ തലസ്ഥാനം നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ സ്റ്റേറ്റുകളുടെ അല്ലെ ഭാഷയും അതേപോലെ തന്നെ പിന്നെ കലാരൂപങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ചില സ്റ്റേറ്റിന് വിശേഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചില വിശേഷണങ്ങള് നമ്മുടെ പല സ്റ്റേറ്റിനും ഉണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനമുണ്ട്. അറിയോ ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? യെസ്, വെരി ഗുഡ്. ആന്ധ്രാപ്രദേശ്. അതെ അതെ, ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്താ മക്കളെ? കേരളം. കേരളം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഓക്കെ, നിങ്ങൾ ചാറ്റ് ബോക്സിൽ പരമാവധി ഇടാൻ ശ്രമിച്ചാൽ മതിയേ. അപ്പോ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം കേരളാണ് അല്ലേ? അതേപോലെ തന്നെ ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് അറിയോ? യെസ്, ആന്ധ്രാപ്രദേശ് അല്ലേ? അങ്ങനെയുള്ള വിശേഷണം ഇവിടെ ആന്ധ്രാപ്രദേശിന് ഉണ്ട്. ഓക്കെ. അതേപോലെ തന്നെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശ്. ഓക്കെ, കടുവ സംസ്ഥാനം അറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. അതേപോലെ തന്നെ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനമുണ്ട്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. ഓക്കെ, വെരി ഗുഡ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന ഏതാണ്? ആസാം. ആസാം. ഇന്ത്യയുടെ തേയിലത്തോട്ടം ഏതാണ്? ആസാമാണ്. ആസാമാണ്. EVS മാത്രമല്ല കേട്ടോ മക്കളെ, GK കൂടെ. നമുക്ക് EVS ഗുണം അതാണ്. EVS വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് GK 10 മാർക്കിന് GK ഉണ്ടല്ലോ, അതിനും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ. ഓക്കെ. അതേപോലെ തന്നെ ബൊട്ടാണിസ്റ്റുകളുടെ പർദീസ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റേറ്റ് ഉണ്ട്. ഏതാണെന്ന് അറിയോ? ആന്ധ്രാപ്രദേശ്. അല്ല, അരുണാചൽ പ്രദേശ്. അതെ, ബൊട്ടാണിസ്റ്റുകളുടെ പർദീസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. പിന്നീട് നമ്മുടെ അരുണാചൽ പ്രദേശ്. അതെ, അരുണാചൽ പ്രദേശ് ബൊട്ടാണിസ്റ്റുകളുടെ പർദീസ എന്നറിയപ്പെടുന്നുണ്ട്. ഓർക്കിഡ് സംസ്ഥാനമായിട്ടും പറയോ മക്കളെ? ഇപ്പൊ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ പറയണമെന്നാണോ? അതെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. ഉദയസൂര്യന്റെ നാടും എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അതേപോലെ തന്നെ ഓർക്കിഡുകളുടെ സംസ്ഥാനവും ബൊട്ടാണിസ്റ്റുകളുടെ പറുദീസയും ഏത് സ്റ്റേറ്റാണ്? അരുണാചൽ പ്രദേശ് തന്നെയാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ തേയിലത്തോട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആസാം. അതേപോലെ തന്നെ വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് അറിയോ? വിഹാരങ്ങളുടെ നാട്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ GK ക്വസ്റ്റ്യൻ ഗുജറാത്ത്.
ഉപയോഗപ്പെടുത്താം. ബീഹാർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബീഹാറാണ് വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. എവിടെയാണ്? ബീഹാർ. ഉണ്ടോ? ബീഹാർ. ഓക്കെ. അതേപോലെ തന്നെ ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതോ? ഗുജറാത്ത്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഗുജറാത്ത്. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ പർവ്വതങ്ങളുടെ സംസ്ഥാനം, പർവ്വത സംസ്ഥാനമായിട്ട് അറിയപ്പെടുന്നതോ? സിക്കിം. അരുണാചൽ. അല്ല. ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ്. അതെ. പർവ്വത സംസ്ഥാനമായിട്ട്. അപ്പൊ ഒന്നുകൂടെ പറയാനാ മോനെ? മോനെന്താ പറഞ്ഞേ? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കണം. ഒന്നുകൂടി പറയാം. ഓ, പറയാം. ഇതിഹാസങ്ങളുടെ നാട് ഗുജറാത്ത്. പർവ്വത സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പർവ്വത സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഋതുക്കളുടെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. യെസ്. ജമ്മു കാശ്മീർ. ഋതുക്കളുടെ സംസ്ഥാനവും എന്താണ്? ഹിമാചൽ. യെസ്, വെരി ഗുഡ്. ഹിമാചൽ പ്രദേശാണ് ഋതുക്കളുടെ സംസ്ഥാനം. പർവ്വത സംസ്ഥാനം ഹിമാചൽ പ്രദേശ് അല്ലേ? അതെ മോനെ, അതെ. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നതാണ്. പഞ്ചാബാണ് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അതേപോലെ തന്നെ കിഴക്കിന്റെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അറിയോ? മണിപ്പൂർ. അല്ലേ? കിഴക്കിന്റെ രത്നം, അല്ലേ? ഇന്ത്യയുടെ രത്നം, കിഴക്കിന്റെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് എന്ത്? എന്താണ്? മണിപ്പൂർ. ഓക്കെ, വെരി ഗുഡ്, മണിപ്പൂർ. അതേപോലെ തന്നെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. യെസ്, ഉത്തർപ്രദേശ്. നമ്മുടെ പൂശാരാമൻ വന്ന കാശിയുള്ള സംസ്ഥാനം തന്നെയാണ് എന്ത്? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഓക്കെ. അപ്പോ നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന പദവി നഷ്ടപ്പെട്ട ഒരു പഴയ സംസ്ഥാനമുണ്ട് പടുത്ത്. ഏതായിരുന്നു സംസ്ഥാന പദവി നഷ്ടപ്പെട്ട? ഓക്കെ. അതേപോലെ തന്നെ പറയാമോ? ഓ, പറയാലോ മോനെ. ഏതാ പറയണ്ടേ? സംസ്ഥാന പദവി നഷ്ടപ്പെട്ട, അല്ലേ? അടുത്ത കാലത്തായിട്ട് സംസ്ഥാന പദവി നഷ്ടപ്പെട്ട സംസ്ഥാനം, അല്ലേ? അതുകൊണ്ടല്ലേ വടക്കേ അറ്റത്ത് ഉള്ള സംസ്ഥാനമായിരിക്കും ഹിമാചൽ പ്രദേശ് വന്നത്. അല്ലെങ്കിൽ ജമ്മു കാശ്മീർ അല്ലായിരുന്നു വരിക. അപ്പോ ഏതാണ് സംസ്ഥാന പദവി നഷ്ടപ്പെട്ട, അല്ലേ? അടുത്ത കാലത്തായി സംസ്ഥാന പദവി നഷ്ടപ്പെട്ട സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഓക്കെ, വെരി ഗുഡ്. അതേപോലെ തന്നെ മുളകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. അല്ല, മിസോറാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഏതാണ്? മിസോറാം ആണ് കേട്ടോ. മിസോറാം. ഓക്കെ, മിസോറാമാണ് നമ്മുടെ മുളകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അതേപോലെ തന്നെ ചുവന്ന മലയുടെ സംസ്ഥാനവും അറിയാലോ എല്ലാവർക്കും? അരുണാചൽ പ്രദേശ്. യെസ്, വെരി ഗുഡ്. അല്ലേ? നമ്മുടെ കിഴക്കേ അറ്റത്തുള്ള, അല്ലേ? കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശാണ്, അല്ലേ? ചുവന്ന മലയുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകള് സംസാരിക്കുന്ന ഭാഷയാണ് ഏത്? ഹിന്ദി. അപ്പൊ ഭാഷകള് നമ്മൾ അറിയുമ്പോ നമ്മൾ ശ്രേഷ്ഠ ഭാഷകളും അറിയണ്ടേ, അല്ലേ? നമ്മൾ ശ്രേഷ്ഠ ഭാഷകളെ പറ്റി അറിയണ്ടേ? എത്ര ശ്രേഷ്ഠ ഭാഷകളുണ്ട് നമുക്ക്? 6 ശ്രേഷ്ഠ ഭാഷകളാണുള്ളത്. വെരി ഗുഡ്. ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടാ മതി മക്കളെ, കേട്ടോ. എന്നാ പിന്നെ എല്ലാരും കൂടെ ഒരു പ്രയാസം ഉണ്ടാവില്ല, ക്ലാഷ് ഉണ്ടാവില്ലേ?
അപ്പോ ശ്രേഷ്ഠ ഭാഷകള് മലയുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാ? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് നമ്മുടെ ഇതാ കിഴക്കേ അറ്റത്തെ കാണില്ലേ, ഇതാ കിഴക്കേ അറ്റത്തുള്ള ഈ അരുണാചൽ പ്രദേശാണ് ചുവന്ന മലയുടെ സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ ഓക്കെ, അപ്പൊ നമ്മള് വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ശ്രേഷ്ഠ ഭാഷകളെ പറ്റിയാണ് അല്ലെ നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ. ശ്രേഷ്ഠ ഭാഷകളാണ് ഏതൊക്കെ? തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. അത് അങ്ങനെ തന്നെ പഠിച്ചാല് വളരെ സൗകര്യമായിരിക്കും അല്ലെ. അല്ലേ? എന്താണ് അത് ഈ ഓർഡറിൽ തന്നെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാല് ഓ തമിഴ്, സംസ്കൃതം, കന്നഡ എഴുതുന്നവരുണ്ടാവും അല്ലെ. ഓക്കെ, തെലുങ്ക്, മലയാളം. സാർ ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ പറയണോ മോനെ? ഓക്കെ, തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. ഓക്കെ, ഓ ഞാൻ ഇടും കേട്ടോ, നോട്ട് ഇടേ. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ നമ്മുടെ ഓക്കെ അതേപോലെ പുതുച്ചേരിയിലെ ഒരു അന്താരാഷ്ട്ര ഗ്രാമമുണ്ട്. ഏതാണെന്ന് അറിയോ മക്കൾക്ക്? പുതുച്ചേരിയിലെ അന്താരാഷ്ട്ര ഗ്രാമം മഹാബലിപുരം. അന്താരാഷ്ട്ര ഗ്രാമം അല്ല, അറിയില്ല. സാറ് പറഞ്ഞുതരാം, കുഴപ്പമില്ലേ. അരോവിൽ. പുതുച്ചേരിയിലെ അന്താരാഷ്ട്ര ഗ്രാമം എന്നറിയപ്പെടുന്നത് അരോവിൽ. അരോവിൽ കേട്ടോ. ഓക്കെ, പുതുച്ചേരിയിലെ അന്താരാഷ്ട്ര ഗ്രാമം ഏതാണെന്ന് ചോദ്യം? അരോവിൽ കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ കേരളത്തില് ഏറ്റവും കൂടുതൽ അല്ലെ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. ഓ എന്താ പുതുച്ചേരിയുടെ അന്താരാഷ്ട്ര ഗ്രാമം പുതുച്ചേരി അന്താരാഷ്ട്ര ഗ്രാമം എന്ന് അറിയപ്പെടുന്നത് അരോവിൽ. അരോവിൽ. ഓക്കെ, ഓ പറയാലോ. ഏതാണ് പറയേണ്ടത് മോളെ? പുതുച്ചേരിയിലെ അന്താരാഷ്ട്ര ഗ്രാമമാണോ? ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനം ഉള്ളത് ജില്ലയാണ് ചോദിച്ചത്. അത് ഇടുക്കി. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുടെ സംസ്ഥാനം ഏതാണെന്ന് അറിയോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുടെ സംസ്ഥാനം അല്ല, കേരളം അല്ല. ഓക്കെ, മധ്യപ്രദേശ്. ഓക്കെ, മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുടെ സംസ്ഥാനം മധ്യപ്രദേശാണ്. അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ളത് എവിടെയാണെന്ന് അറിയോ? കേന്ദ്രഭരണ പ്രദേശം കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ എവിടെയാണെന്ന് അറിയോ? ജമ്മു കാശ്മീർ. ആൻഡമാൻ നിക്കോബാറിലാണ് കേന്ദ്രഭരണ പ്രദേശം അല്ലേ. ഓക്കെ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു ദേശീയോദ്യാനം ഉണ്ട്, പന്ന ദേശീയോദ്യാനം. അത് ഏത് സംസ്ഥാനത്താണെന്ന് അറിയോ? മധ്യപ്രദേശ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്താണ്? മധ്യപ്രദേശിലാണ് അല്ലെ പന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മള് നേരത്തെ എന്ത് പറഞ്ഞ അല്ലേ, നമ്മള് ഭാഷകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ, ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നതിൽ 1-ാം സ്ഥാനം ഹിന്ദിക്കാണ്. അപ്പൊ 2-ാം സ്ഥാനം ഏത് ഭാഷക്കാണെന്ന് അറിയോ? മലയാളം. മലയാളം നമ്മള് സംസ്ഥാനത്ത് ബംഗാൾ. വെരി ഗുഡ് അല്ലെ. ബംഗാളിലെ അല്ലെ ബംഗാളി ഭാഷയാണ് അല്ലെ 2-ാം സ്ഥാനത്തായിട്ട് ഉള്ളത്. അപ്പൊ ചിലപ്പോ അങ്ങനെ ചോദിച്ചേക്കാം. 1-ാം സ്ഥാനം നമുക്ക് ഹിന്ദി എന്നറിയാം. ചിലപ്പം ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന അല്ലെ
രണ്ടാം സ്ഥാനമുള്ള ഭാഷ ഏതെന്ന് ചോദിച്ചാൽ അല്ലേ ബംഗാളി ഭാഷയാണ് എഴുതാം. പിന്നെ ഹിന്ദി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതായിട്ടുള്ളത് ഏതാണെന്ന് അറിയോ? ഓർത്തിരിക്കാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സാധ്യത കുറവാണ്, ചിലപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ അതാണ് മൂന്നാമതായിട്ട് വരുന്നത്. ഏതാണ്? ഏത് ഭാഷയാണ് അറിയോ? അറിയില്ല സർ. തെലുങ്കാണ് കേട്ടോ. തെലുങ്കാണേ. തെലുങ്കാണേ. ആ തെലുങ്കാണ്. ഓക്കെ, മൂന്നാമതായിട്ടുള്ളതല്ലേ തെലുങ്ക്? അതെ അതെ അതെ. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയും, രണ്ടാമതായിട്ട് ബംഗാളിയും, മൂന്നാമത് തെലുങ്കുമാണ്. അപ്പൊ ശ്രേഷ്ഠ ഭാഷ പദവി എന്ന് പറഞ്ഞാല് അല്ലെ 1500 to 2000 വരെ പഴക്കമുള്ള ഭാഷകളാണ് അല്ലെ ശ്രേഷ്ഠ ഭാഷ പദവി നൽകുന്നത് അല്ലെ. അപ്പോ ഇങ്ങനെ ഓരോ ഭാഷയായിട്ട് നമ്മൾ ഇതിലേക്ക് ശ്രേഷ്ഠ ഭാഷയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷം അല്ലെ കഴിയുന്തോറും അല്ലെ ചിലപ്പോൾ ഇനിയും അല്ലെ 1500 2000 വരെ പഴക്കമുള്ള ഭാഷകൾ ഇനിയും ചിലപ്പോൾ അല്ലെ കുറെ വർഷങ്ങൾ ഇനിയും കഴിയുമ്പോൾ ഇനിയും വന്നേക്കാം അല്ലെ. ഓക്കെ, അപ്പോ നമ്മള് അല്ലെ കാര്യമായിട്ട് ഭാഷകളെ പറ്റിയൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളെ ഭാഷ, നമ്മളെ ആചാരങ്ങള്, നമ്മളെ വേഷങ്ങള് ഇല്ലേ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഏത് അല്ലേ സ്റ്റേറ്റിൽ പോയാലും പലതരം നമ്മുടെ പിന്നെ ഈ ഭാഷ, വേഷം, ആചാരം, നമ്മുടെ സംസ്കാരം ഒക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോ എന്താണ് നമ്മുടെ പിന്നെ ഇത് നാനാത്വത്തില്ലേ ഏകത്വം അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ നമുക്ക് എവിടെ പോയാലും അല്ലെ നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നമ്മുടെ ഇന്ത്യക്കാരാന്നുള്ള ഒരു അല്ലെ ഒരു അഭിമാനമുണ്ട് അല്ലെ. അപ്പോ നമ്മുടെ ഇതൊക്കെ ഒരു ഇന്ത്യ എന്ന വികാരം അല്ലെ കാണിക്കുന്നതിന് നമ്മളെ ദേശീയ ചിഹ്നങ്ങള് അല്ലെ, നമ്മുടെ ദേശീയ ചിഹ്നങ്ങള് നമുക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ദേശീയ ചിഹ്നങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒളിമ്പിക്സ് ആയാലും ക്രിക്കറ്റ് ആയാലും അല്ലെ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ PT ഉഷ ആയാലും അല്ലെ ഇന്ത്യക്കാര് എന്നുള്ള ഒരു നിലയിലാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ക്രിക്കറ്റിൽ അല്ലെ, ക്രിക്കറ്റിൽ നമ്മളെ ഇന്ത്യ വിജയിക്കുമ്പോൾ നമ്മള് എല്ലാം ഒന്നാണ് അല്ലെ, നമ്മുടെ രാജ്യമാണ് നേടിയെന്നുള്ള ഒരു വികാരം അല്ലെ. അപ്പൊ അത്തരത്തില് നമുക്ക് അല്ലെ പൊതുവായിട്ടുള്ള ദേശീയ ചിഹ്നങ്ങള് അല്ലെ നമുക്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ ദേശീയ ഗാനം അല്ലെ നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? അതെ, ജനഗണമന. അതേപോലെ തന്നെ നമ്മുടെ ദേശീയ ഗീതം ദേശീയ പക്ഷി എല്ലാവർക്കും അല്ലെ. അപ്പൊ നമ്മുടെ പാഠഭാഗത്ത് ഇതൊക്കെ തന്നെ പരാമർശിച്ച് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ദേശീയ നദി? ദേശീയ ഗീതം വന്ദേ മാതരവും, ദേശീയ ഗാനം ജനഗണമനയാണ് അല്ലെ. അതേപോലെ തന്നെ ദേശീയ കലണ്ടർ അറിയാലോ? ഓക്കെ, വെരി ഗുഡ്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. അപ്പൊ ചാറ്റ് ബോക്സിൽ ഇട്ടാ മതി മക്കള്. അതേപോലെ തന്നെ നമ്മുടെ ദേശീയ വിനോദം, ദേശീയ പുഷ്പം അല്ലെ. അതെ, ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ദേശീയ വൃക്ഷം അല്ലെ, ദേശീയ മൃഗം, ദേശീയ ഫലം അല്ലെ മാങ്ങ അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ പൈതൃക മൃഗം ഏതാണ്? നമ്മുടെ പൈതൃക മൃഗം ഓക്കെ, വെരി ഗുഡ് അല്ലെ. അപ്പൊ ആന നമ്മുടെ പൈതൃക എന്താണ്? മൃഗാണ്. അതെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏതാ? എങ്ങനെ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഓക്കെ, മധ്യപ്രദേശ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമ്മള് രവീന്ദ്രനാഥ ടാഗോർ അല്ലെ നമ്മുടെ ദേശീയ ഗാനത്തെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഏത് ഭാഷയിലായിരുന്നു എഴുതിയെന്ന് നമുക്കൊക്കെ അറിയാലോ? ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ ടാഗോർ അല്ലെ
ദേശീയഗാനം എഴുതിയത്. അതേപോലെ തന്നെ ദേശീയ ഗീതം വന്ദേ മാതരം അല്ലേ? അല്ലേ? വന്ദേ മാതരം ആരാണ് പഠിച്ചു വെച്ചതാണ്. ആ വന്ദേ മാതരം ചൊല്ലിയത് 1896 INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. വർഷം ഒന്നും കൂടി പറയൂ സാറേ. 1896 INC സമ്മേളനത്തിൽ വെച്ചാണ് നമ്മളെ ദേശീയ ഗീതം ആയിട്ടുള്ള വന്ദേ മാതരം ചൊല്ലിയത്. അതേപോലെ തന്നെ നമ്മുടെ ദേശീയ ഗാനം ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു ആദ്യം ആലപിച്ചെന്ന് അറിയോ? 1911 കൊൽക്കത്ത. യെസ് യെസ്, 1911 ഓക്കെ, കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? INC സമ്മേളനത്തിൽ വെച്ചായിരുന്നു ദേശീയ ഗാനം ആദ്യമായിട്ട് നമ്മള് എന്ത് ചെയ്ത് ആലപിച്ചത്. ഓക്കെ, അപ്പോ നമ്മള് പിന്നെ ഇതിൽ തന്നെ നമ്മള് പിന്നെ പല സ്റ്റേറ്റിനെ പറ്റി നമ്മള് അതേപോലെ തന്നെ ആഘോഷങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഭാഷയും ആചാരങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഗോവയിൽ ഒരു പുതുവർഷത്തിൽ നടക്കുന്ന ഒരു ആഘോഷമുണ്ട്. അറിയോ? അറിയില്ല? ഗോവൻ കാർണിവൽ. ഗോവൻ കാർണിവൽ അറിയാത്തവര് എഴുതി വെക്കണം കേട്ടോ. കാർണിവൽ. മക്കൾ എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് ഗോവൻ കാർണിവൽ? അത് നമുക്ക് ചിലപ്പോ എന്തായിരിക്കും, ചിലപ്പോ നമ്മളെ ഒരു പട്ടികയായിട്ട് ചിലപ്പോൾ നമുക്ക് ചോദിച്ചേക്കാം. എന്താന്ന് വെച്ചാല് നമ്മുടെ സ്റ്റേറ്റിന്റെ പേര് ഇതായതും അല്ലെ, എന്നിട്ടോ അതിന്റെ തലസ്ഥാനം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ പേര് തന്നിട്ട് നമുക്ക് പട്ടികയായിട്ടും ചിലപ്പം ചോദിച്ചേക്കാം. അതേപോലെ തന്നെ അതിന്റെ തലസ്ഥാനം, പിന്നീട് അവിടുത്തെ കലാരൂപങ്ങള് ഒക്കെ ആക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം എന്താണ്, ഇപ്പം കാർണിവൽ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ? അപ്പം അത് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഗോവ കേട്ടോ, മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ അത്തരത്തില് ചിലപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പട്ടികപ്പെടുത്താനുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് പിന്നെ ഒരു 5 മാർക്കിന് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ക്ലൂ ആണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം. ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തതാണ് സൂചന. ഓക്കെ, പറഞ്ഞുതരാം. അതെ, അപ്പൊ അപ്പോ രവീന്ദ്രനാഥ ടാഗോറാണ് രണ്ടാമതായിട്ട്. ചിലപ്പോ രവീന്ദ്രനാഥ ടാഗോറാണ് ഇത് രചിച്ചത്. പിന്നെ 1896 INC സമ്മേളനത്തിൽ ആലപിച്ചു. എഴുതി വെക്കുന്നവര് എഴുതി വെച്ചോളൂ കേട്ടോ മക്കളെ. അതേപോലെ തന്നെ ആലപിക്കാൻ 52 സെക്കൻഡ്. ഗാനം, ദേശീയ ഗാനവും ദേശീയ ഗീതവും 52 സെക്കൻഡ്. അപ്പൊ പിന്നീട് ഒരു ക്ലൂ ചിലപ്പോ 1911 INCയിൽ അവതരിപ്പിച്ചു. പിന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത്. അപ്പോ ഇത് 2 ദേശീയ ചിഹ്നങ്ങളെ കുറിച്ചുള്ള സൂചനകളാണ് അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യണം, അത് ദേശീയ ഗാനവും ദേശീയ ഗീതവുമായിട്ട് എന്ത് ചെയ്യണം, പട്ടികപ്പെടുത്തണം. മനസ്സിലായില്ലേ മക്കൾക്ക്? അല്ലേ? അതിൽ പറഞ്ഞ കാര്യങ്ങള് ഹലോ അതിൽ പറഞ്ഞ ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം മക്കളെ, ഒന്നുകൂടെ പറയണോ? രണ്ടായിരത്തി ഒന്നുകൂടെ പറഞ്ഞേരേ. ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തതാണ്. ഇനി 2, രവീന്ദ്രനാഥ ടാഗോറാണ് രചിച്ചത്. മൂന്നാമത്തെ സൂചന
1896 INC സമ്മേളനത്തിൽ ആലപിച്ചു? ജനഗണമന. ഓക്കെ, ജനഗണമന. അല്ല, അതായത് ഈ സൂചനകൾ ഞാൻ വായിക്കാം. ഇടയ്ക്ക് കയറി പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഞാൻ അത് സൂചനകൾ തീർത്ത് വായിക്കാം. ആലപിക്കാൻ 52 സെക്കൻഡ്. അഞ്ചാമതായിട്ട് അതെ 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 ഞാൻ സൂചനകൾ വായിക്കാം, എന്നിട്ട് പട്ടികപ്പെടുത്താനുള്ള ചോദ്യം ചിലപ്പോൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. 1911 INC അവതരിപ്പിച്ചു. അഞ്ചാമത്തെ സൂചന. ആറാമതായിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത്. ഓക്കെ, എന്നിട്ട് എന്താണ് ചെയ്യാൻ വെച്ചാല് ദേശീയ രണ്ട് പട്ടികയായിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, ദേശീയ ഗാനവും ദേശീയ ഗീതവും. അപ്പൊ ദേശീയ ഗാനത്തില് നമ്മള് ഏതൊക്കെയാണ് ചേർക്കുക? ദേശീയ ഗാനത്തിലെ ആ പട്ടികയിൽ ഏതൊക്കെയാണ് ചേർക്കുക? രവീന്ദ്രനാഥ് ടാഗോർ. യെസ്, വെരി ഗുഡ്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് രചിച്ചത്. അതേപോലെ തന്നെ 52 ആലപിക്കാൻ സെക്കൻഡ്. 50 സെക്കൻഡ്. 1911 കൊൽക്കത്ത സമ്മേളനം. യെസ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പട്ടികപ്പെടുത്തും. മറ്റേതിലെ നമ്മള് ദേശീയ ഗീതത്തിലെ നമ്മളോ ചാറ്റർജിയാണ് രചിച്ചത്. അതേപോലെ തന്നെ അല്ലെ ആനന്ദമഠം പറഞ്ഞല്ലോ അല്ലെ? ഓക്കെ, 896 INC. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ്? അപ്പൊ നമുക്ക് മുഴുവൻ മാർക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം അല്ലെ? ഇത്തരത്തിൽ നിങ്ങൾ തന്നെ കുറെ ചോദ്യങ്ങൾ ഇതിൽ തന്നെ കണ്ടെത്തി നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തി ഉത്തരം കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? അത് മനസ്സിന് ഒരിക്കലും മാഞ്ഞു പോയില്ല. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അറിയാനും പറ്റും അല്ലേ? അപ്പോൾ ഇത് നമ്മൾ വെറും ഒരു LSS പരീക്ഷയ്ക്ക് മാത്രമായിട്ട് നമ്മൾ കണക്കാക്കരുത്. നമ്മള് അല്ലേ മുന്നിലുള്ള ഇനിയുള്ള ഇഷ്ടംപോലെ അവസരങ്ങളും ക്വിസ് കോമ്പറ്റീഷനും ഒക്കെ തന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് നമ്മൾ അല്ലേ വരും വർഷങ്ങളിൽ ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ കാര്യങ്ങൾ ഇത്തരത്തിൽ നമ്മൾ അല്ലേ അറിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യനെ പറ്റിയൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അല്ലേ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ട് ഇരിക്കണം. അതേപോലെ നമ്മുടെ രാജ്യത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമ്മളെ കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ നമ്മളെ സ്റ്റേറ്റിനെ സംബന്ധിച്ചും, അതേപോലെ തന്നെ ഭാഷകള്, ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള് ഒക്കെ തന്നെ നമ്മൾ എന്താണ് ഇതിൽ കൂടെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിന്റെ കവർ ചെയ്തിട്ടാണ് പോയത്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും എന്ത് ചെയ്യണം? കണ്ടെത്തിയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, അപ്പൊ നമ്മളെ സമയം വളരെ മനോഹരമായ സന്തോഷം. മാഷെ ജഗദീഷ് മാഷ എന്തെങ്കിലും പറയണ്ട? ഇല്ല ജസ്മിൻ ടീച്ചർ ഉണ്ടല്ലോ. ഓക്കെ പറഞ്ഞു. വളരെ മനോഹരമായ രീതിയിൽ നമ്മള് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും ഒരു പര്യടനം നടത്തി തിരിച്ചു പോകുന്നു അല്ലെ? ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേകത, അപരനാമങ്ങളെല്ലാം നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അരുൺ മാഷിന്റെ വാക്കുകളിലൂടെ നമ്മൾ ഒരു വെർച്വൽ ടൂർ നടത്തിയ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അപ്പോ തുടക്കത്തിൽ തന്നെ നമ്മൾ കാശിക്ക് പോകണ ഒരു പാട്ടൊക്കെ പാടി തുടങ്ങി നമ്മൾ മടങ്ങി വന്നിരിക്കുകയാണ്. ഇനി LSS പരീക്ഷയ്ക്ക് പോവാൻ ഹോൾ ടിക്കറ്റ് കിട്ടുക, പരീക്ഷ പോയി എഴുതുക എന്നുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് എല്ലാ മക്കളും ഇരിക്കണേ. പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു ശനിയും ഞായറും ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരണത്. ആ 2 ദിവസവും ഫലപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്താം. ഇനി അരുൺ മാഷ് ക്ലാസ്സിനെ കുറിച്ച് വളരെ രസകരമായ ഒരു ക്ലാസ് ആയിരുന്നു അല്ലെ? നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി ക്ലാസ് ആയിരുന്നു. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ നമുക്കൊരു ഭാഗ്യം കിട്ടാന്ന് വെച്ചാൽ വിക്ടേഴ്സിലൊക്കെ ക്ലാസ് എടുക്കണ സാറിന്റെ ക്ലാസ്സിൽ ഞങ്ങൾ ഇരുന്നു. നമുക്ക് പറയാലോ അല്ലെ, നാളെ തിങ്കളാഴ്ച സ്കൂളിലൊക്കെ പോകുമ്പോ. അപ്പൊ അത്രയും രസകരമായ ഒരു പാഠം നിങ്ങള് വളരെ എന്താ പറയാ ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തന്നേക്കാണ് അരുൺ സാറ്. അപ്പൊ സാറിന് ഒരുപാട് വെൻഡേഴ്സ് കേരളയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്.